ഗാന്ധിയുടെ രാമനിൽ നിന്ന് വാൽമീകിയുടെ രാമനോ മറ്റ് ജനഹൃദയങ്ങളിലുള്ള വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ രാമനിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ല. തന്നെ നമ്മളിതിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി ഗാന്ധി സ്വാതന്ത്ര്യസമര നായകനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഒരു മഹാ തേജസ്സായിട്ട് വർത്തിക്കുമ്പോഴും അദ്ദേഹം അടിസ്ഥാനപരമായി വർണ്ണാശ്രമ വിശ്വാസിയായിരുന്നു. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒറ്റ രാമനേ ഉള്ളൂ. നമ്മൾ ഏതൊക്കെ കാര്യം പറഞ്ഞാലും അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന രാമനെ പറ്റി അവർക്കറിയൂ. അവർ മനസ്സിൽ കാണുന്ന രാമന് പൂണൂലുണ്ട്. നമ്മൾ പ്രബന്ധം എഴുതുന്ന രാമനല്ല വിശ്വാസികളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളോട് തുറന്ന് പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രാമനിൽ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, വാൽമീകി രാമായണത്തിൽ ഈ രാമനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് തുറന്നു പറയുന്നതിന് പകരം കാപട്യപൂർണമായിട്ട് ഹിന്ദുത്വത്തിന് അനുകൂലമായ ആഖ്യാനം രചിക്കുകയാണ് സത്യത്തിൽ ഈ പുരോഗമന ബുദ്ധിജീവികൾ ചെയ്യുന്നത്. ആത്യന്തികമായി ഇത് ഹിന്ദുത്വത്തിന് അനുകൂലമായൊരു ആഖ്യാനമായി മാത്രമേ മാറിത്തീരുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു പാരമ്പര്യം, കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യം രാമബിംബങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും രാമപാരമ്പര്യത്തെ കൈയൊഴിഞ്ഞുകൊണ്ടുമാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് നാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും ബലിരാജ്യം വരണമെന്ന് പറഞ്ഞ മഹാത്മാ ഫൂലെയുടെയും വിമോചനാത്മക വഴികൾ, ഹിന്ദുത്വത്തിൻ്റെ രാമനിൽ നിന്ന് രാമനെ മോചിപ്പിച്ച് വിമോചനാത്മകമായൊരു രാമനെ കൊണ്ട് ഹിന്ദുത്വത്തെ നേരിടാമെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിന് വെള്ളവും വളവും കോരുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ. സത്യത്തിൽ അവരെ ജനാധിപത്യ വിശ്വാസികളെന്നല്ല പറയേണ്ടത്, അവർ അസൽ ഫാസിസ്റ്റ് വിശ്വാസികളാണ്. ഫാസിസത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ഗാന്ധിയുടെ രാമനെ പറ്റി പറയുന്നു. ഗാന്ധി എന്താണ് പറഞ്ഞത്? എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണെന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ആ രാമനാണ് വാൽമീകിയുടെ രാമൻ എന്നും പറയുന്നു. പക്ഷേ ഗാന്ധി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല എന്ന്? ഗാന്ധി പറയുന്നു എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഗാന്ധി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല എന്ന്? പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പം വാൽമീകിയുടെ രാമനെക്കുറിച്ച് തന്നെയാണ് ഗാന്ധി പറയുന്നത്. ആ രാമൻ തന്നെയാണ് താടകയെ വധിച്ചത്, ശംഭൂകനെ വധിച്ചത്, ബാലിയെ വധിച്ചത്, ചാതുവർണ്ണ്യം സ്ഥാപിക്കാൻ വേണ്ടി നിലയുറപ്പിച്ച് നിന്നത്, ഗുഹനിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാതിരുന്നത്, ഇതെല്ലാം തന്നെ ഈ രാമനാണ്. അപ്പം ഗാന്ധിയുടെ രാമനിൽ നിന്ന് വാൽമീകിയുടെ രാമനോ മറ്റ് ജനഹൃദയങ്ങളിലുള്ള വിശ്വാസികളെന്ന് പറയപ്പെടുന്നവരുടെ രാമനിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ല. തന്നെ നമ്മളിതിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി ഗാന്ധി സ്വാതന്ത്ര്യസമര നായകനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഒരു മഹാ തേജസ്സായിട്ട് വർത്തിക്കുമ്പോഴും അദ്ദേഹം അടിസ്ഥാനപരമായി വർണ്ണാശ്രമ വിശ്വാസിയായിരുന്നു. 37 അദ്ദേഹം കാസ്റ്റ് ഹാസ് ടു ഗോ എന്ന് പറയുന്ന പ്രബന്ധം എഴുതുന്നുണ്ട് ഗാന്ധി. അതിൽ ആ പ്രബന്ധത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഗാന്ധി പറയുന്നത് എന്താണ്? ഞാൻ വർണ്ണാശ്രമത്തിൽ അതിശക്തമായി വിശ്വസിക്കുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. അദ്ദേഹം പിന്നീട് ശിവഗിരിയിൽ വന്നൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് നാരായണ ഗുരു സമാധി അടഞ്ഞതിന് ശേഷം. അപ്പോൾ എന്താണ് ഗാന്ധി പറയുന്നത്? വർണ്ണാശ്രമം ഒരു സാമ്പത്തിക നിയമമാണെന്നാണ് ശിവഗിരിയിൽ വന്ന് പ്രസംഗിച്ചത്. വർണ്ണാശ്രമ ജാതി വ്യവസ്ഥ നല്ലതാണെന്ന് അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിലും ശിവഗിരിയിലും അതുപോലെ കൂർക്കഞ്ചേരിയിലെ തീയന്മാരുടെ സമ്മേളനത്തിലുമൊക്കെ തുടർച്ചയായിട്ട് പ്രസംഗിച്ചു. 1936 ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? ഗാന്ധിയാണ് രംഗത്ത് വന്നത്. ഗാന്ധി അംബേദ്കറിനെതിരെ രംഗത്ത് വന്നു. ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ഹിന്ദുക്കളോട് ശത്രുതയാണെന്നാണ് പറഞ്ഞത്. വൈക്കത്തെ സത്യാഗ്രഹത്തിൽ ഇടപെടുന്ന സമയത്ത് തന്നെ ഗാന്ധി പറയുന്നത് എനിക്ക് ഹിന്ദു മതത്തെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. പ്രാതിനിധ്യ ജനാധിപത്യത്തിനെതിരായി വട്ടമേശ സമ്മേളനാനന്തരം നിരാഹാര സമരം ഇരുന്ന ഗാന്ധി ദളിത ജനവിഭാഗങ്ങളുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആശയത്തിന് തന്നെ സമ്പൂർണ്ണമായിട്ട് എതിരായിരുന്നു. ഗാന്ധി അതിനെതിരായിരുന്നത് കൊണ്ട് ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഒരു ആശയം പിന്നീട് തിരികെ വരികയുണ്ടായില്ല. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ആശയം ഇന്നും ദളിതർ അതിൻ്റെ എല്ലാവിധ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഗാന്ധിയുടെ രാമനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആത്യന്തികമായി ഈ രാമന്മാരെല്ലാം ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാമന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ജഗദാനന്ദകാരകനായ രാമനെന്ന് പറയുന്നു, ഗാന്ധിയുടെ രാമനെന്ന് പറയുന്നു, വാൽമീകിയുടെ രാമനെന്ന് പറയുന്നു. ഈ രാമന്മാരെല്ലാം അടിസ്ഥാനപരമായി ഒറ്റ രാമനേ ഉള്ളൂ.
നിങ്ങളിത് സാധാരണ വിശ്വാസികളോടാണ് ഇത് സംസാരിക്കുന്നതെന്ന് ഉള്ള കാര്യം കൂടെ ഓർക്കണം. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒറ്റ രാമനേ ഉള്ളൂ. നമ്മൾ ഏതൊക്കെ കാര്യം പറഞ്ഞാലും അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന രാമനെ പറ്റി അവർക്കറിയൂ. അവർ മനസ്സിൽ കാണുന്ന രാമന് പൂണൂലുണ്ട്. നമ്മൾ പ്രബന്ധം എഴുതുന്ന രാമനല്ല വിശ്വാസികളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളോട് തുറന്ന് പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രാമനിൽ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിൽ ഈ രാമനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് തുറന്നു പറയുന്നതിന് പകരം കാപട്യപൂർണമായിട്ട് ഹിന്ദുത്വത്തിന് അനുകൂലമായ ആഖ്യാനം രചിക്കുകയാണ് സത്യത്തിൽ ഈ പുരോഗമന ബുദ്ധിജീവികൾ ചെയ്യുന്നത്. ആത്യന്തികമായി ഇത് ഹിന്ദുത്വത്തിന് അനുകൂലമായൊരു ആഖ്യാനമായി മാത്രമേ മാറിത്തീരുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്നെയല്ല, ഇന്ത്യയിൽ ഇതിനെതിരായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. 1956 ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്നുള്ളതാണ്. നാരായണ ഗുരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്ന്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദൻ മോഹൻ മാളവ്യ പറഞ്ഞു നിങ്ങൾ രാമനാമം ജപിക്കണമെന്ന്. സഹോദരൻ അയ്യപ്പൻ എന്താണ് ചെയ്തത്? രാവണാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു പാരമ്പര്യം, കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യം രാമബിംബങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും രാമപാരമ്പര്യത്തെ കൈയൊഴിഞ്ഞുകൊണ്ടുമാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് നാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും ബലിരാജ്യം വരണമെന്ന് പറഞ്ഞ മഹാത്മാ ഫൂലെയുടെയും വിമോചനാത്മക വഴികളെയാണ് നാം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഈ പല രാമന്മാരുണ്ട്, അതുകൊണ്ട് നമുക്ക് വിമോചനാത്മകമായ രാമനെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് പറയുന്നതിലൂടെ ആത്യന്തികമായ ഹിന്ദുത്വ ഫാസിസം വളരത്തു മാത്രമേ ഉള്ളൂ. ജനാധിപത്യം അതിലൂടെ തളരുകയുള്ളൂ. അപ്പോൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും വിമർശപന്താവുകളെ കൂടുതൽ വികസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്.